ബി.ജെ.പിക്കാർ നിങ്ങളുടെ മുസ്ലിം പള്ളികൾ ഏറ്റെടുക്കും, വംശഹത്യ നടത്തും, മെല്ലെ മെല്ലെ ഇസ്ലാം എന്നൊരു മതത്തെ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കും. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു കൂട്ടർ നാട്ടിലെ സകല ഹിന്ദുക്കളുടെയും ജീവനും സ്വത്തും നശിപ്പിക്കാൻ ഇറങ്ങി. ഇതിനെ തുടർന്ന് ഏകദേശം ഒരു 500ഓളം കുടുംബങ്ങൾ അവർ ജനിച്ചു വളർന്ന നാടും വീടും ഉറ്റവരെയും ഒക്കെ വിട്ട് കിട്ടിയതെല്ലാം വാരിപ്പെറുക്കി എങ്ങോട്ടേക്കോ ലക്ഷ്യമില്ലാതെ ഓടി ഒളിച്ചു. ഇതാണ് മുർഷിദാബാദിലെ കലാപത്തെക്കുറിച്ചുള്ള കേട്ടറിഞ്ഞ ചുരുക്ക വിവരണം. വർഗീയ കലാപം എന്ന് കേൾക്കേണ്ട താമസം സകലരും ഇരുപക്ഷവും പൊക്കിപ്പിടിച്ച് ഒരുപാട് സംവാദങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ? ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയണ്ടേ? എങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബംഗാളിൽ ആളിക്കത്തുന്ന ആ തീയുടെ ഉറവിടം തേടാം. ആദ്യം തന്നെ പറയട്ടെ, ഇത്ര വലിയൊരു വിഷയം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആരും ഇത് ചർച്ചയാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശങ്ക. നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഈ വിഷയം മലയാള മാധ്യമങ്ങൾ എത്ര ലാഘവത്തോടെയാണ് സമീപിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും ആശങ്കയാണ്. ഇതിന്റെ കാരണം അവർക്ക് വേണ്ട ന്യൂസ് വാല്യൂ ഇതിലില്ല, അത്ര തന്നെ. എങ്കിലും കഷ്ടമാണ്. ഇനി നമ്മൾ സംഭവത്തിലേക്ക് പോകുമ്പോൾ, ബംഗാൾ, മമതയുടെ ബംഗാൾ, തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ, ഒരു കാലത്ത് CPM അടക്കി വാണ സ്ഥലമാണിത്. എന്നാൽ മമതയുടെ വരവോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറഞ്ഞു. പക്ഷേ അന്നും ഇന്നും അവിടെ മാറാതെ നിലയുറപ്പിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്: രാഷ്ട്രീയ ഗുണ്ടായിസം. ബംഗാളിൽ എന്ത് വിഷയം നടന്നാലും ശരി, അതിപ്പോൾ തിരഞ്ഞെടുപ്പാകട്ടെ അല്ലെങ്കിൽ എന്ത് പൊതുപരിപാടി ആയാലും അവിടെ എല്ലാം ഒരു കൊലപാതകമെങ്കിലും നടന്നിരിക്കും. എന്നാൽ ചോദിക്കാനും പറയാനും ആരും വരില്ല. ഈ 2025 അടക്കം കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബംഗാളിൽ ഒരുപാട് വർഗീയ കലാപങ്ങൾ കണ്ട ജില്ലയാണ് മുർഷിദാബാദ്. ഏതാണ്ട് 70% മുസ്ലിങ്ങളുള്ള ജില്ല. ഇവരിൽ 90% തൃണമൂലിന്റെ വോട്ട് ബാങ്കുമാണ്. ഇവിടുത്തെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും TMC ആണ് ജയിച്ചത്. 22 നിയമസഭാ സീറ്റുകളിൽ 20ഉം തൃണമൂൽ തന്നെ നേടി. 2ഇടത്ത് BJP ആണ് ജയിച്ചത്. പക്ഷേ ആ 2 BJP-ക്കാരും തൃണമൂലിലേക്ക് കൂറുമാറി. കാരണം അത്രയ്ക്ക് ഭീകരമാണ് അവിടെയുള്ള തൃണമൂലിന്റെ ഗുണ്ടായിസം എന്ന് പറയുന്നത്. തൃണമൂലിൽ ചേർന്നില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല. ജീവനിൽ കൊതിയുള്ളവരാരും പിന്നെ അതിന് മുതിരുകയുമില്ല. മുമ്പ് CPM-ന്റെ കോട്ടയായിരുന്നു ഇവിടം. എന്നാൽ മമത ഉയർന്നു വന്നതോടുകൂടി മുസ്ലിം വോട്ടുകൾ എന്തുകൊണ്ടോ കൂട്ടത്തോടെ അവരുടെ പെട്ടിയിലേക്ക് വീണു. CPM BJP-ക്കും കോൺഗ്രസിനും പിറകിലേക്ക് 4ാം സ്ഥാനത്തേക്ക് വീണു. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന മുഹമ്മദ് സലീം രണ്ടാമതെത്തിയത് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരേ ഒരു നേട്ടം. പണ്ടവിടെ CPM അടക്കി ഭരിച്ച കാലത്തുണ്ടായിരുന്ന ഇവരുടെ മുക്താർ ബാഹിനി പോലും ഇന്ന് തൃണമൂലിനൊപ്പമാണ്. അത്രത്തോളം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അധപ്പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മുക്താർ ബാഹിനി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഗുണ്ടാ സംഘമാണ് കേട്ടോ. ഇത്തരത്തിൽ CPM-ൽ നിന്ന് നിലനിൽപ്പിനും ഗുണ്ടായിസത്തിനും വേണ്ടി തൃണമൂലിലേക്ക് മാറിയ ആളാണ് ഷാജഹാൻ. ആളെ ഞാൻ മനസ്സിലാക്കി തരാം. ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന കേസിൽ ബംഗാളിലെ സ്ത്രീകൾ കൂട്ടത്തോടെ സമരം വരുന്നില്ലേ, അതെ, ആ കേസിലെ പ്രതി തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന പേരിൽ അവിടെ ഗുണ്ടായിസം തന്നെയാണ് നടക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ കണ്ട് നമ്മൾ ഒരിക്കലും പുറത്തെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ അളക്കരുതെന്ന് പറയുന്നത് ഇതാണ്. എല്ലായിടവും എല്ലാ ജനങ്ങളും എല്ലാവരുടെ അവസ്ഥയും വ്യത്യസ്തമാണ്. നാളെ നമ്മുടെ സംസ്ഥാനവും ഇതുപോലെ ആയിക്കൂടാ എന്നുമില്ല. വിഷയത്തിലേക്ക് തിരികെ വരാം. ബംഗാളിൽ ഇനി CPM തനിക്ക് ഭീഷണിയല്ല എന്ന് മമതയ്ക്ക് നല്ലപോലെ അറിയാം. മോദിയും അമിത്ഷായും ബംഗാൾ പിടിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെന്നും മമതയ്ക്ക് നല്ലപോലെ അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP-യുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്ത് സംഭവിച്ചതൊക്കെ മമതയ്ക്ക് ഉള്ളെരിച്ചിട്ടുണ്ട്. അപ്പോൾ നിലനിൽപ്പ് സംരക്ഷിക്കുവാൻ സ്വന്തം ജനങ്ങളെ അവർ കരുവാക്കി കളിച്ചതാണിത്. അതായത് BJP-യുടെ പൊടി പോലും ഇവിടെ അവശേഷിക്കാൻ അനുവദിക്കാതെ അവർക്കെതിരെയുള്ള നീക്കമായിട്ടാണ് മമത ഈ സമരത്തെ എടുത്തത്. മുസ്ലിങ്ങളുടെ രക്തം തിളപ്പിച്ചതിലും അവരെ തെരുവിലിറക്കിയതിലും പ്രധാന ഉത്തരവാദി മമത തന്നെയാണെന്ന് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. പോരാത്തതിന് CPM വഖഫ് നിയമത്തിനെതിരാണെങ്കിലും സമരത്തിന്റെ പേരിൽ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട 2 പേർ CPM പ്രവർത്തകരാണ്. എന്നാൽ CPM എന്നല്ല, ഹിന്ദു എന്ന നിലയിലാണ് അവരുടെ ഐഡന്റിറ്റിയെ കലാപകാരികൾ കണ്ടത്.
അതായത് CAA സമരത്തിൽ കണ്ട പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയാണ് ബംഗാളിൽ വ്യാപകമായി നടന്നത്. ഇതിനുവേണ്ടി തൃണമൂലുകാർ വീട് വീടാന്തരം കയറിയിറങ്ങി കുപ്രചാരണം നടത്തിയെന്ന് വിവരം ലഭിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ നേട്ടത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് മുഴുവൻ നമുക്ക് തന്നെയാണെന്ന ബോധ്യമുണ്ടാകണം. ഇനിയും അവർ ഇത്തരത്തിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ കേട്ട് സ്വയം വിഡ്ഢികളാകാതെ ഉള്ള ജീവിതം നല്ല പോലെ ജീവിച്ചു തീർക്കും. അവർക്ക് വേണ്ടി ചാവാനും കൊല്ലാനും തല്ലാനും ഒക്കെ പോയാൽ നിങ്ങൾക്ക് പോയി അത്ര തന്നെ. ഇപ്പോ ഈ പറഞ്ഞതിനെ പറ്റിയ ഉദാഹരണവും ബംഗാൾ തന്നെയാണ്. അന്ന് CAA വിരുദ്ധ സമരങ്ങൾ വെള്ളിയാഴ്ച സമരങ്ങളായി മാറി. വെള്ളിയാഴ്ചകളിലെ ജുമോയ്ക്ക് ശേഷം തെരുവുകളിൽ തക്ബീർ വിളികളും പ്രകോപനപരവും വിഭാഗീയവുമായ മുദ്രാവാക്യങ്ങളും നിറഞ്ഞു. ഈ സമയത്താണ് കോവിഡിന്റെ കടന്നുവരവ്. അതോടെ കാര്യങ്ങൾ മാറി. സമരങ്ങൾ കെട്ടടങ്ങി. മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിൽ ബംഗാൾ കത്തുമായിരുന്നു. ശേഷം 5 കൊല്ലം വീണ്ടും കടന്നുപോയി. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി. ചിലരൊക്കെ പൗരത്വം നേടി. ഇത് ഇന്ത്യയിലെ ഒരു മുസൽമാനെ പോലും ബാധിച്ചില്ല. ഒരു ഇന്ത്യൻ മുസ്ലിമും പൗരത്വം തെളിയിക്കാൻ ഉപ്പൂപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റും നേടി നടക്കേണ്ടി വന്നില്ല. ഒറ്റയാളെയും പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ നാട് കടത്തിയിട്ടില്ല. ഇപ്പോൾ അതുപോലെ ഭീതി വ്യാപാരമാണ് വഖഫിന്റെ പേരിൽ നടക്കുന്നത്. എന്തായാലും ഇനിയും ചോര ചിന്താതിരിക്കട്ടെ. മമതയെ പോലുള്ള രാഷ്ട്രദ്രോഹികൾ ഇല്ലാതാകട്ടെ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തായാലും വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.